കുറേ ദിവസം തിരഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് യു.ഡി.എഫ് സർക്കാരിൻ്റെ ഒരു പോരായ്മയായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനുള്ള വിശദീകരണം നൽകുകയും ചെയ്തു. അതെന്ത് തന്നെയായാലും ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, മുൻ സർക്കാരുകളുടെ കാലത്തും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ അത്രമാത്രം മികച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള ഉറപ്പുകളും അവരെ കണ്ടുപിടിക്കുമെന്നുള്ള ഉറപ്പുകളും ഒക്കെ ആയിട്ട് രംഗത്തുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞ് ഇത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നത്. മുമ്പ് 100-ലധികം, അദ്ദേഹം കൃത്യമായിട്ടൊരു എണ്ണം പറഞ്ഞു, 120 എന്താണ്, ഞാൻ ആ എണ്ണം കൃത്യമായിട്ട് മറന്നുപോയി. അത്രയും മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അതൊരു ന്യായമല്ല വീണ്ടും കാണാതാവുന്നതിന്. എന്തുകൊണ്ടാണ് ഈ ശാസ്ത്ര സാങ്കേതിക മേഖല ഇത്രയധികം വികസിച്ച ഒരു കാലഘട്ടത്തിൽ ഇവരെ ആയിട്ട് അതിന്റെ ഒരു വിശദാംശങ്ങൾ, അതിന്റെ തിരച്ചിലിന്റെ ഫലം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അത് കൃത്യമായിട്ട് വേഗത്തിൽ ലഭിക്കാൻ പറ്റാതാവുന്ന എന്തുകൊണ്ടാണ്? ഫിഷിംഗ് ബോട്ടുകളിൽ ട്രാക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ ഇപ്പൊ GPS ഒക്കെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം പഴയതുപോലെ അല്ല. അതുപോലെ മത്സ്യക്കൂട്ടങ്ങൾ സമുദ്രത്തിൽ എവിടെയാണെന്നുള്ള അറിവും സൂചനകളും ഒക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാറുണ്ടെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ പലപ്പോഴും തിരച്ചിലുകൾ കാര്യക്ഷമം അല്ലാതായി പോകുന്നത് എന്ന ഒരു അതിപ്രധാനപ്പെട്ടമായ ഒരു ചോദ്യം ഈ വിഷയത്തിലുണ്ട്. ഇവിടെ പ്രകൃതിക്ഷോഭത്തെ നേരിടുന്ന കാര്യത്തിൽ കേരളം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വി.ഡി. സതീശനെ ഇപ്പൊ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ ഇവരെല്ലാം തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ പറയുമല്ലോ, ഭരണം ഒരു തുടർച്ചയാണെങ്കിൽ എന്തുകൊണ്ട് കേരളം 1-ാം നമ്പർ ആയിട്ടുള്ള കേരളത്തിന് ഈ പ്രകൃതിക്ഷോഭത്തെ തടുക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ കേരളത്തിലെ 2018 തൊട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 1000-ഓളം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2018 പ്രളയത്തിൽ തന്നെ ഒരു 600-ഓളം പേര് മരിച്ചു. അന്നും ആളിനെ കാണാതെ പോയി. പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ്. അത് പ്രളയം മാത്രമല്ല, ഈ ഉരുളുപൊട്ടല്, അതുപോലെ മറ്റു രീതിയിലുള്ള മണ്ണിടിച്ചില്, പ്രളയം, കടൽക്ഷോഭം, ഇങ്ങനെ പല കാറ്റഗറിയിൽ എല്ലാ വർഷവും ഒരു 10-25 ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇവരുടെ ഒരു ജീവന് വിലയില്ലേ? മത്സ്യബന്ധനം, പ്രത്യേകിച്ച് മൺസൂൺ സീസണിൽ അതൊരു അപകടം പിടിച്ച പണിയാണെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപകടങ്ങൾ എത്ര വിചാരിച്ചാലും 100% അപകടം ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇപ്പൊ ഇതുപോലെ ഒരു അപകടം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം വേഗത്തിൽ എന്തുകൊണ്ട് നടത്താൻ പറ്റുന്നില്ല? അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിനുള്ള പരിശീലനം ലഭിച്ച ആൾക്കാർ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, ഒന്നാമത്തേത്. രണ്ടാമത്തെ വിഷയം, കേരളത്തിലെ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യം ഇല്ലായിരിക്കാം. വേണ്ടത്ര ബോട്ടുകളോ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഹെലികോപ്റ്ററിൽ പോകുന്നുണ്ട്. ഞാൻ ഹെലികോപ്റ്ററിൽ പോകുന്നത് തെറ്റാണെന്നും പറയത്തില്ല. ആധുനിക കാലത്ത് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററോ, കേരളത്തിന് സ്വന്തമായിട്ട് മന്ത്രിമാർക്ക് പോകാൻ ഒരു ചെറിയ വിമാനം തന്നെ ഉണ്ടെങ്കിൽ അത് തെറ്റൊന്നുമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതുപോലെ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് കോസ്റ്റൽ പോലീസിന് ഹെലികോപ്റ്റർ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഡ്രോണുകൾ വേണം. എന്തുകൊണ്ട് കോസ്റ്റൽ പോലീസിന് ഡ്രോൺ കൊടുത്തുകൂടാ? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും പ്രതിരോധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചർച്ചകൾ നടത്തുന്ന ആൾക്കാരാണ്. ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ അമേരിക്കയുടെ ഒരു ഹെലികോപ്റ്റർ തകർന്ന്, ഒരു MH-64 ഹെലികോപ്റ്റർ തകർന്ന് ഇറാന്റെ
ഈ പിന്നെ റിസ്കി ആയിട്ടുള്ള വാട്ടർ, അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ തകർന്നു വീണ ഒരു ഹെലികോപ്റ്ററിലെ അംഗങ്ങളെ അമേരിക്കയുടെ ഒരു ആളില്ല ബോട്ട് ചെന്നിട്ടാണ്, അൺമാൻഡ് സർഫസ് വെസൽ എന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ബോട്ട് ചെന്നിട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ നിരീക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശാസ്ത്രീയമാക്കാൻ വേണ്ടിയിട്ട് അൺമാൻഡ് സർഫസ് വെസലുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഡ്രോണുകൾ, നിരീക്ഷണ ഇന്റലിജൻസ് സർവൈലൻസ് ഡ്രോണുകൾ, ഇത് രണ്ടും ആവശ്യമുണ്ട്. ഒന്നുകിൽ ഇങ്ങനത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കോസ്റ്റ് ഗാർഡുമായിട്ട് എന്തെങ്കിലും കേരള സർക്കാരിന് അതിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കേരളത്തിന്റെ കോസ്റ്റൽ പോലീസിന് തന്നെ ഇത്തരം ആധുനിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്നവരോ, അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു സ്വകാര്യ മേഖലയുള്ള ഇതൊക്കെ അഴിമതിക്കുള്ള മറ്റൊരു ഇത് നമ്മളിപ്പോ ഇത് പറയുന്ന അത് കൊള്ളാമല്ലോ, നല്ലൊരു ആശയമാണ്, ഒരു 10 ഡ്രോണും വാങ്ങിച്ച് ഒരു 10 അൺമാൻഡ് സർഫസ് വെസലും വാങ്ങിക്കാൻ നമുക്കൊരു കരാറിൽ ഏർപ്പെടാം, അതിൽ നിന്ന് ഒരു 20 കോടി രൂപ അടിച്ചു മാറ്റാം എന്നുള്ള കിഴിഞ്ഞ ബുദ്ധിയായിരിക്കും ഇത് കേൾക്കുമ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് പോകുന്നത്. അതിനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ കുറച്ചുകൂടി ശാസ്ത്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കുന്ന പോലല്ല, ഈ ഡ്രോണുകൾ കുറച്ചുകൂടി പിന്നെ കടൽ സീ ലെവലിൽ നിന്നും അത്രയധികം ഉയരത്തിലല്ലാതെ പറക്കുന്ന ഡ്രോണുകൾ ഉപയോഗിക്കുക. ആ ഡ്രോണുകൾ ഉപയോഗിച്ച് കടലിന്റെ എല്ലാ മുക്കും മൂലയും അരിച്ചു പെറുക്കുക. അതായത് എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 2-3 കാറ്റഗറി, അതായത് ഒന്ന് ഉപഗ്രഹം വഴിയുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്തുക, രണ്ടാമത്തേത് ഈ നമ്മുടെ ഡ്രോണുകൾ വഴി സെർച്ച് ഓപ്പറേഷൻ നടത്തുക, അൺമാൻഡ് സർഫസ് വെസൽ വാങ്ങിച്ചിട്ട് അതുപയോഗിച്ച് തിരച്ചിൽ നടത്തുകയും. ഇപ്പം ഒരു ബോട്ട് കടൽ ഒരു പ്രത്യേക പ്രദേശത്ത് അതിന് കമ്മ്യൂണിക്കേഷൻ സംവിധാനം നഷ്ടപ്പെട്ടു, അവർ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണെന്നിരിക്കട്ടെ, അതിന്റെ ഇന്ധനം തീർന്നു. അങ്ങനെയെങ്കിൽ ആ ബോട്ടിനടുത്തേക്ക് ഒരു അൺമാൻഡ് സർഫസ് വെസൽ, മറ്റൊരു ആളില്ലാ ബോട്ട് ചെന്നാൽ അവർക്ക് ഒന്നുകിൽ ഇന്ധനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൽ നിന്നും ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാം, അതല്ലെങ്കിൽ അവർക്ക് തങ്ങളുടെ ബോട്ട് ഉപേക്ഷിച്ച് ഈ അൺമാൻഡ് സർഫസ് വെസലിൽ കയറി രക്ഷപ്പെടാം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ആധുനിക പിന്നെ ലോകത്ത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ കമ്പനികളുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച ഡ്രോണ് അഹമ്മദാബാദ് തൊട്ട് വിശാഖപട്ടണം വരെ യാത്ര ചെയ്ത്, ആളില്ലാത്ത ഒരു അൺമാൻഡ് സർഫസ് വെസൽ യാത്ര ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോ അങ്ങനെയുള്ള കമ്പനികൾ ഇന്ത്യയിലും ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ ഇതിനുള്ളൊരു വിഷൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി നമ്മുടെ മത്സ്യബന്ധന മന്ത്രിക്കോ സർക്കാരിന് പൊതുവെ ഒന്നുമില്ല. അവര് ചട്ടപ്പടി സർക്കാർ കാര്യങ്ങൾ മുറ പോലെ നടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ലോകം മാറി, ശാസ്ത്രം മാറി, സാങ്കേതിക വിദ്യ മാറി, കേരള സർക്കാർ മാറിയില്ല. കാരണം പിണറായി വിജയൻ മാറിയിട്ട് വേറൊരാൾ അവിടെ കയറിയിരുന്നു. ഇതൊരു കസേര കളിയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു കസേര കളിയാണ്. ആ കസേര കളി അവിടെ കൂടുതൽ നടക്കണ്ട. കസേര കളി കണ്ടിട്ട് നമുക്ക് താല്പര്യമില്ല. ആ കസേര കളിക്കല്ല നമ്മുടെ ഒരു ലക്ഷ്യം. ഇവിടെ നടക്കേണ്ടത് വളരെ കൃത്യമായിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിയുടെ പ്രയോജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിസന്ധികളെയും അതുപോലെ പ്രകൃതിക്ഷോഭത്തിന്റെ ദുരന്തങ്ങളെയും നമ്മൾ നേരിടുക. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കേരളത്തിനേക്കാളൊക്കെ എത്രയോ ദരിദ്രമായ ഒരു സംസ്ഥാനമാണ് ഒഡീഷ. ഏതാണ്ട് 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഒഡീഷയിലെ ഓരോ വർഷവും ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, ഇത് രണ്ടും ഒഡീഷയിൽ കേരളത്തിന്റെ ഒരു 10 ഇരട്ടി ഉണ്ടാകുവാൻ. 1000 ആൾക്കാരൊക്കെ മിക്ക വർഷവും മരിക്കുന്ന ഒരു സംസ്ഥാനം. എനിക്ക് ഓർമ്മയുണ്ട് 10,000 ആൾക്കാർ മരിച്ച ചുഴലിക്കാറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മാറിയിട്ട് ഇപ്പൊ അവിടെ ഓരോ വർഷവും ചുഴലിക്കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ മരിക്കുന്നവരുടെ എണ്ണം 10-ൽ താഴെയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ച ഒരു സംസ്ഥാനത്ത് കാഷ്വാലിറ്റി റേറ്റ് 10-ൽ താഴെയാക്കാൻ ആ സംസ്ഥാനത്തിന് കഴിഞ്ഞെങ്കിൽ കേരളത്തിന് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സർക്കാരിന്റെ നയപരിപാടികൾ വിഷണറി അല്ലാത്ത ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്ന ഒന്ന്. പിന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവം. മൂന്നാമത്തേത് സർവത്ര അഴിമതി. ഏത് പദ്ധതി ഉണ്ടായാലും അത് അഴിമതി നടത്തും.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളും അതുപോലെ എന്താണ് ഈ നുണുക്ക് വിദ്യകളുമായിട്ട് ഇരിക്കുന്ന ഭരണകൂടങ്ങളാണ് മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. ഇത് വേണ്ടത്ര സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയുമൊക്കെ ഉപയോഗിച്ച് കൃത്യമായ പ്രൊഡിക്ഷൻസ് നടത്തുക. ഇനി അഥവാ ഒരു എന്തെങ്കിലും അപകടമുണ്ടായാൽ കൃത്യമായ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുക. അതിന് വരും ദിവസങ്ങളിൽ ആരുടെയെങ്കിലും കണ്ണു തുറന്ന് ഇതൊക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അത് ചെയ്യേണ്ടത് അവരുടെ ജോലിയാണ്. എന്തായാലും ശരി, സതീശനും ഒരവസരം കൊടുക്കണമല്ലോ, അദ്ദേഹം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വരുന്ന ദിവസം വീണ്ടും നമുക്ക് പ്രേക്ഷകരെ കാണാം. അത് വരെ എല്ലാവർക്കും നമസ്തേ.